ദാണ്ട ഞങ്ങൾ കുറച്ച് ദിവസം പ്ലാനിങ്ങിന് ശേഷം നേരെ ബാംഗ്ലൂർ ഒന്ന് ചാടിയിട്ടുണ്ടേ. ഹലോ നമസ്കാരം, ഞാൻ അമലാണ്. നമ്മൾ കൊല്ലത്ത് നിന്ന് വൈകിട്ട് ട്രെയിനിൽ കയറി രാവിലെ ബാംഗ്ലൂർ എത്തി നേരെ മെട്രോയിൽ കയറി വന്നത് ചിക്പെറ്റ് മാർക്കറ്റിലേക്കാണ്. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ മാർക്കറ്റിലെത്തി കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. അപ്പം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. ബാംഗ്ലൂരിലെ ഫേമസ് ആയ ചിക്പെറ്റ് മാർക്കറ്റിലേക്കാണ് വന്നതെങ്കിലും പറയാനുള്ളത് ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ചാണ് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിൽ മുമ്പൊരിക്കൽ കുഞ്ഞമ്മ ബാംഗ്ലൂർ വന്നപ്പോൾ കയറി ഫുഡ് കഴിച്ചിട്ടുണ്ട്. ആ ഒരു ഫീഡ്ബാക്ക് നമ്മളെ പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒരു വട്ടം മാത്രമല്ല, ഇവിടുത്തെ ദോശയെക്കുറിച്ച് സ്ഥിരം പറയുമായിരുന്നു. ഈ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. രാഘവേന്ദ്ര പ്രസന്ന എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. എടുത്ത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ദോശയും ഇഡ്ഡലിയും അതുപോലെ തന്നെ വടയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ. ഇതിനോട് ചേർന്ന് തന്നെ ഇവർക്കൊരു ജ്യൂസ് കോർണർ ഉണ്ട്. ഇവിടെ നമ്മൾ ജ്യൂസും ഷേക്കും ഒക്കെ മേടിച്ച് കുടിച്ചു കേട്ടോ. പിന്നെ അതേ പുള്ളി അവിടെ കട്ട് ചെയ്തുകൊണ്ടിരുന്ന ജെല്ലി പോലത്തെ ഒരു സാധനം എന്താണെന്നറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. അതുകൊണ്ട് അത് മേടിച്ച് കഴിച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ചേട്ടാ പറഞ്ഞ തരുമെന്ന് വെച്ചാൽ പുള്ളി കൊടുക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നമ്മുടെ ചിക്പെറ്റ് മാർക്കറ്റിലൂടെ തേരാപ്പാര വെയിലും കൊണ്ട് നടക്കുകയാണ് കേട്ടോ. എന്തായാലും കുറച്ച് നേരം വെയിൽ കൊണ്ടപ്പോൾ തന്നെ മതിയായി. ലഗേജ് ഒക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് ഇതൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് തിരിച്ച് വരാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ മെട്രോ കയറി KSR റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വന്നൊരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് യൂബർ വിളിച്ച് നേരെ പോകുന്നത് നമ്മുടെ പെങ്ങടെ വീട്ടിലേക്കാണ് കേട്ടോ. വീട്ടിലെത്തിയത് നമ്മുടെ പൊന്നാരിയെ കാണാനായിട്ട് ഓടി വന്നപ്പോഴത്തേക്കും ഇവളെ നമ്മൾ കണ്ടുപിടിച്ചത് ഇവിടുത്തെ അലമാരിക്കകത്തുനിന്നാണ് കേട്ടോ. ഞങ്ങൾ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നതുകൊണ്ട് ഓടി വന്നൊരു ചിരിയൊക്കെ ചിരിച്ചെങ്കിലും ഒറ്റ ഓട്ടത്തിന് പോയിട്ട് പിന്നെ അവസ്ഥ ഇതായിരുന്നു. ഇവൾ ഓടി അവക്കടെ പാപ്പാടെ മേത്തോട്ട് കയറി നമ്മുടെ അടുത്തോട്ടൊന്നും വരാൻ കൂട്ടാക്കിയില്ല കേട്ടോ. എന്തായാലും കുറച്ച് നേരത്തെ കഠിന പരിശ്രമവും സോപ്പിടിയിലും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ. ഞങ്ങളുടെ അടുത്ത് വന്നത് എന്നെ കൊണ്ട് പുളി വരെ തീറ്റിച്ച് കേട്ടോ ഇവള്. ഞങ്ങൾ ഏപ്രിൽ 24-ാം തീയതിയാണ് കേട്ടോ ബാംഗ്ലൂർ എത്തിയത്. അപ്പോൾ ബാംഗ്ലൂരുള്ളവരും കറങ്ങി പോയവരും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സ്പോട്ടുകൾ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക. ഞങ്ങൾ കുറച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പുതിയ സ്പോട്ടുകളും വെറൈറ്റി ഫുഡ് സ്പോട്ടും കാര്യങ്ങളൊക്കെ അറിയാവുന്നൊരു കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സ്ഥലങ്ങളൊക്കെ വെച്ച് ഡീറ്റെയിൽ വീഡിയോ മുമ്പോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം മിനിയാമി ഇട്ട കടുമാങ്ങ അച്ചാർ ഞങ്ങൾ ഇനി ബാംഗ്ലൂർ എത്തിച്ചിട്ടുണ്ട് കേട്ടോ.